ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പൗണ്ടിംഗ് സമ്പത്തിന്റെ രഹസ്യമന്ത്രം. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ പലരും സമ്പത്തിനെ കുറിച്ച് സ്വപ്നം കാണാറുണ്ട്. ഒരു സുഖകരമായ ജീവിതം, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കൽ, കുടുംബത്തെ സുരക്ഷിതമായി സൂക്ഷിക്കൽ, ഇതൊക്കെയാണ് നമ്മൾ സമ്പത്ത് വഴി പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സമ്പത്ത് എങ്ങനെ സൃഷ്ടിക്കാം എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സമ്പത്തിന്റെ രഹസ്യങ്ങളിലൊന്നാണ്. അത് മറ്റൊന്നുമല്ല, കോമ്പൗണ്ടിംഗ് എന്ന ആശയമാണ്. കോമ്പൗണ്ടിംഗ് എന്താണ്? കോമ്പൗണ്ടിംഗ് എന്നത് ഒരു മാന്ത്രിക വടിയാണ്. അത് നിങ്ങളുടെ പണം വളർത്താൻ സഹായിക്കുന്നു. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം അതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നു. അതിനുശേഷം ആ ലാഭം വീണ്ടും നിക്ഷേപിക്കുന്നു. അങ്ങനെ അത് പിന്നെയും കൂടുതൽ ലാഭമുണ്ടാക്കുന്നു. ഇത് ഒരു സ്നോബോൾ ഇഫക്റ്റ് പോലെയാണ്. അത് വലുതായി വലുതായി വളരുന്നു. ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു ചെടി നടുന്നു, അതിന് വെള്ളവും വളവും നൽകുന്നു. കുറച്ചു നാളുകൾ കഴിയുമ്പോൾ അത് ഒരു വലിയ വൃക്ഷമായി മാറുന്നു. ഇലകളും പൂക്കളും കായ്കളും ഉണ്ടാകുന്നു. കോമ്പൗണ്ടിങ്ങും ഇതുപോലെയാണ്. നിങ്ങൾ ഒരു ചെറിയ തുക നിക്ഷേപിക്കുന്നു, അത് വളർന്ന് ഒരു വലിയ വൃക്ഷമായി മാറുന്നു. കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി സമയത്തോടൊപ്പം വർദ്ധിക്കും. ഒരു ചെറിയ വിത്ത് പോലെ നിങ്ങളുടെ നിക്ഷേപവും സമയത്തിനൊപ്പം വളർന്ന് ഒരു വലിയ വൃക്ഷമായി മാറും. ഉദാഹരണം, 25 വയസ്സിൽ നിങ്ങൾ പ്രതിവർഷം 10,000 രൂപ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. 12% പലിശ നിരക്കിൽ 30 വർഷത്തേക്ക് ഇത് നിക്ഷേപിച്ചാൽ 30 വർഷത്തിനു ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ 29,95,992 രൂപയുണ്ടാകും. എന്നാൽ നിങ്ങൾ 35 വയസ്സിൽ നിക്ഷേപം തുടങ്ങിയാൽ, അതായത് 10 വർഷം വൈകിയാൽ, നിങ്ങളുടെ അക്കൗണ്ടിൽ 9,32,640 രൂപ മാത്രമേ ഉണ്ടാകൂ. ഈ ഉദാഹരണം കാണിക്കുന്നത് നിങ്ങൾ നിക്ഷേപം എത്രയും വേഗം തുടങ്ങിയാൽ അത്രയും നല്ലത് എന്നാണ്. പോസിറ്റീവ് കോമ്പൗണ്ടിംഗ് വേഴ്സസ് നെഗറ്റീവ് കോമ്പൗണ്ടിംഗ്. കോമ്പൗണ്ടിംഗ് 2 തരത്തിലുണ്ട്: പോസിറ്റീവ് കോമ്പൗണ്ടിംഗ്, നെഗറ്റീവ് കോമ്പൗണ്ടിംഗ്. പോസിറ്റീവ് കമ്പൗണ്ടിംഗ്. നിങ്ങൾ നിങ്ങളുടെ പണം നിക്ഷേപിക്കുമ്പോൾ അത് വളരുകയും നിങ്ങൾക്ക് കൂടുതൽ സമ്പത്ത് നൽകുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ അത് നല്ല റിട്ടേൺ നൽകിയാൽ നിങ്ങളുടെ നിക്ഷേപം വളരും. നെഗറ്റീവ് കോമ്പൗണ്ടിംഗ്. നിങ്ങൾ കടം വാങ്ങുമ്പോൾ അതിന് പലിശ ചുമത്തും. ഈ പലിശ നിങ്ങളുടെ കടത്തിന്റെ തുക വർദ്ധിപ്പിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കടം വാങ്ങിയാൽ, നിങ്ങൾ അത് അടയ്ക്കാൻ വൈകിയാൽ നിങ്ങളുടെ കടം വളരെ വേഗത്തിൽ വർദ്ധിക്കും. മ്യൂച്വൽ ഫണ്ടുകൾ, PF, PPF എന്നിവ പോലുള്ള നിക്ഷേപങ്ങൾ വഴി നിങ്ങൾ പോസിറ്റീവ് കമ്പൗണ്ടിംഗ് പ്രയോജനപ്പെടുത്താം. എന്നാൽ ക്രെഡിറ്റ് കാർഡ് കടം, വട്ടിപ്പലിശക്ക് കടമെടുക്കൽ അഥവാ അൺസെക്യൂർഡ് ലോൺ എന്നിവ പോലുള്ള കടങ്ങൾ നിങ്ങളെ നെഗറ്റീവ് കോമ്പൗണ്ടിങ്ങിലേക്ക് നയിക്കും. കോമ്പൗണ്ടിംഗ് ഒരു ശക്തമായ ഉപകരണമാണ്. അത് നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സഹായിക്കും. എന്നാൽ അത് ശരിയായി ഉപയോഗിക്കേണ്ടത് പ്രധാനമാണ്. പോസിറ്റീവ് കമ്പൗണ്ടിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുകയും നെഗറ്റീവ് കമ്പൗണ്ടിങ്ങിനെ ഒഴിവാക്കുകയും ചെയ്യുക. സമയത്തെ നിങ്ങളുടെ പക്ഷത്താക്കുക. കോമ്പൗണ്ടിംഗ് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കട്ടെ. മറക്കരുത്, നിക്ഷേപം എന്നത് ഒരു ദീർഘകാല പ്രക്രിയയാണ്. ക്ഷമയും അച്ചടക്കവും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കും. അപ്പോൾ ഇന്ന് തന്നെ തുടങ്ങാം. ഒരു ചെറിയ വിത്ത് പോലെ നിങ്ങളുടെ സമ്പത്തിന്റെ വിത്ത് നടുക. അതിന് വളരാൻ സമയം നൽകുക. വളർച്ച കാണുമ്പോൾ നിങ്ങൾക്ക് അതിയായ സന്തോഷം തോന്നും. എന്താണ് നിങ്ങളെ തടയുന്നത്? ഇന്ന് തന്നെ ഒരു നിക്ഷേപം ആരംഭിക്കൂ. ഭാവിയിലെ നിങ്ങൾക്ക് നന്ദി പറയും. കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് അനുഭവിക്കൂ. നിങ്ങളുടെ സാമ്പത്തിക യാത്രയിൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനെ സമീപിക്കുക. നന്ദി.